And the second method, that is an indirect method, also known as reconciliation method. Under this method, the cash flow statement starts with net profit before tax and extraordinary items. Then how will you find out net profit before tax and extraordinary items? For this purpose, we have to prepare a statement. And this statement starts with the net profit, current year net profit. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും കറണ്ട് ഇയർ നെറ്റ് പ്രോഫിറ്റ്? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസിൽ നിന്നും ഓപ്പണിംഗ് ബാലൻസ് മൈനസ് ചെയ്താൽ നമുക്ക് കറണ്ട് ഇയർ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഈ കറണ്ട് ഇയർ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ ട്രാൻസ്ഫർ ടു റിസർവ്, ദെൻ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, എൻട്രിം ഡിവിഡൻഡ് എന്നീ ഐറ്റംസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നു. ദെൻ അതിൽ നിന്നും നമ്മൾ റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു. നൗ വി ഗെറ്റ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്. Then cash flow statement, the first item is net profit before tax and extraordinary items are. To that net profit we add all non-cash, non-operating expenses like depreciation, usually varna items are depreciation, loss on sale of plant, loss on sale of investment, then writing a goodwill, preliminary expenses. ഇതെല്ലാം തന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം തന്നെ ആഡ് ചെയ്യും. ദെൻ അതിൽ നിന്നും നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഓൾ നോൺ ക്യാഷ്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലൈക്ക് ഡിവിഡൻഡ് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് എക്സെട്ര. നൗ വി ഗെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ഇനി നമുക്ക് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്, അതായത് കറണ്ട് അസറ്റിലും കറണ്ട് ലയബിലിറ്റിയിലും ഉണ്ടായ ഇൻക്രീസും ഡിക്രീസും എങ്ങനെ ക്യാഷ് ഫ്ലോയിലേക്ക് അഫക്റ്റ് ചെയ്തു? ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ചെയ്തോ അതോ ക്യാഷ് ഫ്ലോ ഡിക്രീസ് ചെയ്തോ? ദെൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് generally we add decrease in current asset and increase in current liability and deduct then increase in current asset and decrease in current liability. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ സപ്പോസ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സ് നമുക്ക് പ്രീവിയസ് ഇയറിൽ 10,000ഉം നമ്മുടെ കറണ്ട് ഇയറിൽ അത് ഒരു 15,000 ഉണ്ട്. അപ്പോൾ ഇൻക്രീസ് ഇൻ ഡെറ്റേഴ്സ് പൊസിഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഡിഡക്റ്റ് ചെയ്യുന്നു. ദെൻ ഈ പറയുന്ന ഡെറ്റേഴ്സിൻ്റെ പൊസിഷൻ പ്രീവിയസിനെ അപേക്ഷിച്ച് 10,000 എന്ന് പറയുന്ന ഒരു 8,000 ആണെങ്കിൽ ആ പറയുന്ന 2,000 എമൗണ്ട് നമ്മൾ ക്യാഷ് ആയിട്ട് റിയലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എൻ ഇൻഫ്ലോ ആൻഡ് സോ ഇറ്റ് ഈസ് ആഡഡ്. ദെൻ കറണ്ട് ലയബിലിറ്റിയുടെ സിറ്റുവേഷൻ എടുക്കുക. കറണ്ട് ലയബിലിറ്റി ഇപ്പോൾ സപ്പോസ് നമ്മുടെ ബാങ്ക് ഓടി കഴിഞ്ഞ ബാലൻസ് ഷീറ്റിൽ അതൊരു 15,000ഉം ദെൻ കറണ്ട് ഇയർ ബാലൻസ് ഷീറ്റിൽ 20,000 എന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട് ഒരു 5,000 കൂടി ബിസിനസ്സിലേക്ക് വന്നു. അതൊരു ഇൻഫ്ലോ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ഈസ് ഓൾസോ ആഡഡ്, ഇസ് ഓൾസോ ട്രീറ്റഡ് ആസ് ക്യാഷ് ഇൻഫ്ലോ. ദെൻ കറണ്ട് ലയബിലിറ്റിയിൽ ഒരു ഡിക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ക്യാഷ് പേയ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ദെൻ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാഷ് ഔട്ട്ഫ്ലോ. ദെൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് ആണ്. അതിൽ നിന്നും ഇൻകം ടാക്സ് പെയ്ഡ് ഇഫ് എനി നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു. ദെൻ ആഡ് ഓർ ലെസ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ലൈക്ക് വിന്നിങ് ഫ്രം ലോട്ടറീസ്, ദെൻ പേയ്മെൻറ്റ് മെയ്ഡ് ടു, ദെൻ ഏതെങ്കിലും രീതിയിലുള്ള സംഭാവനകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ എർത്ത് ഡിസാസ്റ്റർ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സംഭാവനകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുറയ്ക്കുന്നു. ദെൻ വി ഗെറ്റ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. Then move on to the next head, that is cash flow from financing activity. ഫിനാൻസിങ് ആക്ടിവിറ്റി നമുക്കറിയാം മെയിൻലി ഇതിൽ വരുന്ന ഇൻഫ്ലോസ് എന്ന് പറയുന്നത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മുടെ ഇഷ്യൂ ഓഫ് ഷെയർസ്, അതുപോലെ തന്നെ റേസിംഗ് ഓഫ് ലോൺസ്, ഇഷ്യൂ ഡിബഞ്ചേഴ്സ് എക്സെട്ര. ഇങ്ങനെ ഏതെങ്കിലും ഐറ്റംസ് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അത് നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റിയിലെ ഇൻഫ്ലോ ആയിട്ട് എഴുതുന്നു. ദെൻ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഔട്ട്ഫ്ലോസ്, അതായത് കമ്പനി അതിൻ്റെ തന്നെ ഷെയർസ് ബൈബാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐറ്റംസ് നമ്മൾ ഔട്ട്ഫ്ലോസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ വരും. ഈ ഇൻഫ്ലോസിൽ നിന്നും അതിൻ്റെ ഔട്ട്ഫ്ലോസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി ലഭിക്കും. ദെൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഹെഡ്, ദാറ്റ് ഇസ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി. ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി നമുക്കറിയാം മെയിൻലി വരുന്നത് അസറ്റ് പർച്ചേസ് ചെയ്യുക, അസറ്റ് വിൽക്കുക, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് അതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതർ കമ്പനീസ് ഷെയർസ്, അതർ കമ്പനീസ് ഡിബഞ്ചേഴ്സ് എക്സെട്ര. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അതർ കമ്പനീസ് ഷെയർസ് ആൻഡ് അതർ കമ്പനീസ് ഡിബഞ്ചേഴ്സ്, ഇതെല്ലാം തന്നെ എന്തായിരിക്കും നമ്മളെ സംബന്ധിച്ച് ഔട്ട്ഫ്ലോ ആണ്. ഇതെല്ലാം തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ കാണിക്കുന്ന ഔട്ട്ഫ്ലോസ് ആണ്.
അതുപോലെ ഇൻഫ്ലോസ് ഏതൊക്കെയായിരിക്കും മെയിൻലി വരുന്നത്? നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അത് കിട്ടുന്ന പ്രൊസീഡ്സ്, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ്, ഇതൊക്കെയായിരിക്കും. ഈ ഐറ്റംസ് ഇതിൻ്റെയും ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും നമ്മൾ ഇൻഫ്ലോസിൽ നിന്ന് ഔട്ട്ഫ്ലോസ് ഡിഡക്റ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി. ദെൻ നമ്മൾ ഈ 3 ഹെഡിലും വരുന്ന ഐറ്റംസ്, അതിന് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, അതുപോലെ തന്നെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റിയും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ കിട്ടും. അതിൻ്റെ കൂടെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് നമ്മൾ ആഡ് ചെയ്താൽ വി ഗെറ്റ് ക്ലോസിംഗ് ബാലൻസ്. നമുക്കിത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്രോബ്ലം ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ക്ലോസിംഗ് ബാലൻസും നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിരിക്കുന്ന ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷും ഈക്വൽ ആണെങ്കിൽ നമ്മുടെ പ്രോബ്ലം ശരിയാണെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം. താങ്ക് യു.